തൊഴിലിടങ്ങളിൽ നിന്ന് സിനിമാ സംഗീത രംഗങ്ങളിലെ പ്രമുഖരിൽ നിന്ന് തനിക്കുണ്ടായ കടുത്ത ചൂഷണ ശ്രമങ്ങളും ദുരനുഭവങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു അവതാരക രഞ്ജിനി ഹരിദാസ്. കിടക്ക പങ്കിടാൻ പ്രശസ്ത സംഗീതജ്ഞൻ ക്ഷണിച്ചുവെന്നും ഒരു പ്രശസ്ത നടൻ മോശം ചിത്രങ്ങൾ അയച്ച് ചൂഷണത്തിന് ശ്രമിച്ചുവെന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു. RH ഫാക്ടർ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പരസ്യ ചിത്രീകരണങ്ങളുടെയും വിദേശ ഷോകളുടെയും മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് അടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ രഞ്ജിനി ഹരിദാസ് പങ്കുവച്ചത്. വിവരങ്ങളുമായി ലബി സുജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ലബി, വളരെ ഗൗരവമുള്ള ചില വെളിപ്പെടുത്തലുകളാണ് രഞ്ജിനി ഹരിദാസ് നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മലയാള സിനിമാ മേഖലയിൽ ഈ ഒരു വെളിപ്പെടുത്തൽ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലരിൽ നിന്ന് പല സമയത്ത് പലതരത്തിൽ ലൈംഗിക ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് രഞ്ജിനിയുടെ വെളിപ്പെടുത്തൽ. ഇത് രഞ്ജിനി സ്വന്തം മാത്രം അനുഭവം പറയുന്നതാണ്. കൂടുതൽ പെൺകുട്ടികൾക്ക്, കൂടുതൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായതായി രഞ്ജിനി ഇതിൽ പറയുന്നുണ്ടോ? ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്തെങ്കിലും സൂചനകൾ ഈ വീഡിയോയിലൂടെ ലഭ്യമാണോ ലബി? ഷിഹാസ്, വളരെ വിഷമത്തോടു കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ താൻ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സ്റ്റേജ് ഷോകളുടെയും അതുപോലെ തന്നെ പരസ്യ ചിത്രീകരണത്തിന്റെയും ഒക്കെ മറവിൽ വലിയ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് പെൺകുട്ടികൾക്ക് മുന്നിലുള്ളത്. ഇതിനെയൊക്കെ സധൈര്യം മറികടന്നുകൊണ്ടാണ് താൻ ഇവിടെ വരെ എത്തിയത്. 18ാമത്തെ വയസ്സിൽ ഇത്തരത്തിലുള്ള വിദേശ പരിപാടികളും അതുപോലെ തന്നെ ഈ പരസ്യ ചിത്രീകരണവും ഒക്കെ ആരംഭിച്ചതാണ്. 44 വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു നടന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായ പെരുമാറ്റം തനിക്ക് നേരിടേണ്ടി വന്നു. തനിക്ക് വളരെ സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ നടൻ ഷർട്ട് ഇല്ലാത്തൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതേ രീതിയിൽ തിരിച്ചയക്കൂ എന്ന് ആവശ്യപ്പെട്ടു. അന്ന് വളരെ ക്ഷുഭിതയായി ഇതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. മറ്റൊരു സന്ദർഭത്തിൽ പ്രമുഖനായ ഒരു സംഗീത രംഗത്ത് നിന്നുള്ള ആൾ മോശമായി സംസാരിക്കുകയും കിടപ്പറയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതിനെയും വളരെ രൂക്ഷമായി തന്നെ നേരിട്ടു. രഞ്ജിനി പറയുന്നത് താൻ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ടും തന്നെ പോലെ ഒരാളോട് ഇത്തരത്തിൽ പെരുമാറാൻ ധൈര്യം കാണിക്കുമ്പോൾ സാധാരണ അത്രയും ധൈര്യമില്ലാത്ത, പ്രതികരിക്കാൻ പേടിയുള്ള കുട്ടികളോടൊക്കെ എത്തരത്തിലായിരിക്കാം ഇക്കൂട്ടരൊക്കെ പെരുമാറുക എന്നുള്ളൊരു ആശങ്ക കൂടി രഞ്ജിനി പങ്കുവയ്ക്കുന്നുണ്ട്. ദുബായിൽ നടന്ന സ്റ്റേജ് ഷോ, അതുപോലെ തന്നെ പിന്നീട് ഒരിക്കൽ കണ്ണൂർ നടന്ന പരസ്യ ചിത്രീകരണ വേള, ഇവിടെയൊക്കെ ഈ സംഘാടകർ മോശമായി പെരുമാറിയതിനെയും അതിനെ വളരെ ക്ഷോഭിച്ചുകൊണ്ട് അതിനെ മറികടന്നതിനെയും ഒക്കെ കുറിച്ച് ഈ യൂട്യൂബ് ചാനലിൽ രഞ്ജിനി പറയുന്നുണ്ട്. രഞ്ജിനി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്റെ പഴയകാല അനുഭവങ്ങളെക്കുറിച്ചും ഈ ഘട്ടത്തിൽ രഞ്ജിനി ഹരിദാസ് ഓർക്കുന്നത്. ഷിഹാസ്, ശരി ലവി, വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ്. അതായത് മലയാള സിനിമാ മേഖലയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ആരാധകരുള്ള, ഏറ്റവും പ്രശസ്തരായ, നിറഞ്ഞു നിൽക്കുന്ന സംഗീത സംവിധായകർ, ഒരു നടൻ, ഇവരിൽ നിന്ന് വളരെ മോശം അനുഭവം, കിടക്ക പങ്കിടാൻ പോലും തന്നെ ക്ഷണിച്ചു, ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പെരുമാറി. അപ്പോൾ രഞ്ജിനി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. തനിക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ പ്രതികരണശേഷി കുറഞ്ഞ മറ്റ് പെൺകുട്ടികൾക്ക്, മറ്റ് സ്ത്രീകൾക്ക് എത്ര വലിയ ദുരനുഭവങ്ങൾ മലയാള സിനിമയിൽ നിന്നുണ്ടായിട്ടുണ്ടാകും? ഇതാണ് രഞ്ജിനിയുടെ കാതലായ ചോദ്യം. രഞ്ജിനി ഹരിദാസിന്റെ ഈ തുറന്നു പറച്ചിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.